പത്രോസിൻ്റെ ഒന്നാം ലേഖനം 4-ാം അധ്യായത്തിൻ്റെ കണ്ടിന്യൂഷനാണ്, 2ാമത്തെ എപ്പിസോഡാണ്. എത്രയോ ചരിത്രങ്ങൾ പറയാനുണ്ട്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ പത്രോസ് പറയുന്ന ഈ പരിപാവനമായ ഉപദേശം, ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി കഷ്ടമനുഭവിച്ചു, നിങ്ങൾ അവൻ്റെ കാൽച്ചൂട് പിന്തുടരാൻ ഒരു മാതൃക വെച്ചു പോയിരിക്കുന്നു. അത് പൗലോസാ പറയുന്നത്. ഇവിടെ ക്രിസ്തു ജഡത്തിൽ കഷ്ടമനുഭവിച്ചതുകൊണ്ട് നിങ്ങളും ആ ഭാവം തന്നെ ആയുധമായി ധരിപ്പിൻ. അപ്പൊ ദൈവത്തിന്റെ സർവായുധ വർഗമായിട്ട് നമ്മൾ ഈ കഷ്ടതയൊന്ന് ആയുധമെടുത്ത് പോരാടിയില്ലെങ്കിൽ നമ്മൾ യുദ്ധത്തിൽ തോറ്റുപോകും, പരാജയപ്പെട്ടു പോകും. നമ്മുടെ ഒരു പെന്തക്കോസ് സഹോദരി എന്നൊക്കെയാ പറയുന്നത്, അതൊന്നും പെന്തക്കോസായിട്ട് എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. ക്രിക്കറ്റിൽ വളരെ നല്ല ഫോമിൽ ഇന്ത്യൻ ടീമിനെ ജയിപ്പിച്ച ചരിത്രം ഇവിടെ കുറേ നാൾ കൊണ്ടാടി. ഇവിടുത്തെ പാസ്റ്റർമാരും ഇവിടുത്തെ ന്യൂ ജനറേഷൻ പാസ്റ്റർമാരും ഭക്തന്മാരൊക്കെ പുള്ളിക്കാരിയെക്കുറിച്ച് വളരെ ശ്ലാഘിച്ച് സോഷ്യൽ മീഡിയയിലും അവിടെ ഇവിടെയും മെസ്സേജിലൊക്കെ പ്രസംഗത്തിലൊക്കെ തന്നെ പറഞ്ഞായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അതൊക്കെ വെറുതെ ആവുന്നത് ദൈവത്തിലെ. അത് ഈ ലോകത്തിൻ്റെ ഒരു ഗെയിമാണത്. നമ്മൾ ഈ ലോകക്കാരായിരിക്കാതെ കൊണ്ട് ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തു വന്ന കർത്താവ് പറയുന്നത്. ലോകക്കാരെ പോലെ ജീവിക്കുന്ന പെന്തക്കോസുകാരായ ലോക പെന്തക്കോസ്, മാല പെന്തക്കോസ് എന്നൊക്കെ പറയില്ലേ, അവർക്ക് കുഴപ്പമില്ല. ഇത് അവർക്ക് ആഘോഷിക്കാനൊരു വിഷയമാണ്. യഥാർത്ഥ പെന്തക്കോസ് അനുഭവം ഉള്ളവർക്ക് അതൊരു വിഷയമേ അല്ല. ആ സഹോദരിയുടെ ജയം ഒരു ജയമല്ല. ജയത്തെക്കുറിച്ച് വേണമെങ്കിൽ ഞാൻ ചെന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാം. എനിക്കറിയാവുന്ന ഞാൻ പറഞ്ഞു തരാം, നിങ്ങൾ കേട്ടോ. സ്തോത്രം. ജയം എന്താണെന്ന് ചോദിച്ചാൽ വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 2-ാം അധ്യായത്തിൽ ഹല്ലേലൂയ സ്തോത്രം, അതിൻ്റെ 7-ാമത്തെ വാക്യം വായിക്കും. 2:7 ഞാൻ തന്നെ വായിക്കാം. ജയിക്കുന്നവന് ഞാൻ ദൈവത്തിൻ്റെ പരദീസയിൽ ഉള്ള ജീവവർഷത്തിൻ്റെ ഫലം തിന്മാൻ കൊടുക്കും. ഇതാണ് ജയം. ലോകത്തോടും ജഡത്തോടും പിശാചിനോടും യുദ്ധം ചെയ്ത് ആത്മിക പോർക്കളത്തിൽ ജയിക്കുന്ന ജയം. ഇത് ക്രിക്കറ്റിൻ്റെ റൺ റേറ്റ് കൂടിയതോ ഇന്ത്യൻ ടീമിനെ ജയിപ്പിച്ചതോ അതൊക്കെ അവർക്ക് ഇഷ്ടം പോലെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ കിട്ടും. അത് ലോകത്തിലൊരു ഗെയിമാണ്. വേദോത്സവത്തിൽ അങ്ങനെ ഒരു ഗെയിമിനെ കുറിച്ചോ അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊന്നും പ്രതിപാദിക്കുന്നില്ല. കർത്താവും അപ്പോസ്തലന്മാരും അതിനെയൊന്നും പ്രോത്സാഹിപ്പിച്ചില്ല. നമ്മുടെ പാസ്റ്റർമാർ, ഈ പൊട്ടന്മാർ ഇത് പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ കാരണം അവർ ലോകത്ത് കിടക്കുകയാണ്. കർത്താവ് പറഞ്ഞു, നിങ്ങൾ ലോകക്കാരായിരിക്കാൻ വണ്ണം ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തു. ലോകക്കാരായവർ ലോകമായ ഇതിലുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നു. യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നു, അവർ ലോകത്തിലുള്ളത് പറയുന്നു. നമ്മൾ ലോകക്കാരല്ല. ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുന്നെങ്കിലും നമ്മുടെ പൗരത്വവും നമ്മുടെ പൗരത്വം സ്വർഗത്തിലല്ലേ. നമ്മുടെ പൗരത്വം സ്വർഗത്തിൽ നിന്നാകുന്നു. അവിടെ നിന്ന് കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി വരുമ്പോൾ നാം കാത്തിരിക്കുന്നു. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാ, ഇവിടെ അല്ല. ഇവിടുത്തെ പൗരത്വമായിട്ട് ജീവിക്കുന്നവർക്ക് ഒരു കുഴപ്പമില്ല, അങ്ങനെ പൊക്കോ, ഒരു കുഴപ്പമില്ല. പക്ഷെ പൗലോസ് പഠിപ്പിച്ചതാണ് എനിക്ക് ബോധ്യമായത്, നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. ഇവിടെ അമേരിക്കൻ പൗരത്വത്തിനും ഓസ്ട്രേലിയൻ പൗരത്വത്തിനും ജർമ്മൻ പൗരത്വത്തിനും യൂറോപ്യൻ രാജ്യങ്ങളിൽ പച്ചിപ്പുള്ള രാജ്യങ്ങളിലെ പൗരത്വത്തിന് വേണ്ടി വിശ്വാസികൾ പോലും കിടന്ന് കടിപിടി കൂടുന്ന കാണുമ്പോൾ എനിക്ക് അവരെക്കുറിച്ച് സങ്കടമാണ്. എന്തിനാണോ ഇവർ കിടന്ന് ഈ കടിപിടി കൂടുന്നത്? നന്നായിട്ട് ജീവിക്കാനാ. ഇവിടെ സ്വർഗീയ പൗരത്വം പ്രാപിച്ച് സ്വർഗീയനെ പോലെ ജീവിച്ച് നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങ സഹോദരങ്ങളെ. ഈ നാശത്തിന്റെ വാതിലേക്ക് പോകാതെ നമ്മൾ സ്വർഗീയന്മാരാണെന്നൊരു ചിന്ത നമുക്കുണ്ടാകട്ടെ. നമ്മൾ ഈ ലോകത്തിലുള്ളവരല്ലെന്ന് നമ്മൾ മനസ്സിലാക്കിക്കോ. ഈ ലോകത്തിന്റെ മോഹവും ഒഴിഞ്ഞു പോകും. ദൈവേഷ്ടം ചെയ്യുന്നവൻ എന്നേക്കും ജീവിക്കും. സ്തോത്രം. ഞങ്ങൾ കൂട്ടായ്മയിൽ കുറച്ച് പേരേ ഉള്ളൂവെങ്കിലും ഒരു സങ്കടവും ഒരു പ്രയാസവും ഇല്ല. കാരണം ഈ മെസ്സേജ് ആയിരങ്ങൾ 10,000 കേൾക്കുന്നുണ്ടെന്നുള്ളതാണ്. അതിനുവേണ്ടി ഇത്രയും കഷ്ടപ്പെട്ടിരുന്ന ഈ മെസ്സേജ് പറയുന്നതിൻ്റെ കാരണം ഈ പത്രോസിൻ്റെയും യോഹന്നാൻ്റെയും യാക്കോബിൻ്റെയും യൂദയുടെയും പൗലൂസിൻ്റെയും വചനങ്ങളെ ഇട്ട് കോട്ടി മാറ്റി കളഞ്ഞ് ജനത്തിന് ഇതിൻ്റെ യഥാർത്ഥ സത്യം എടുത്തു കൊടുക്കാൻ കഴിയാത്ത നിലയിലായിരിക്കുന്നത് കൊണ്ട് ഞങ്ങൾ ഈ വചനങ്ങൾ അതിൻ്റെ ഉള്ളതുപോലെ അതിൻ്റെ തനിമയിൽ
എടുത്ത് തരിക ചെയ്യുന്നത്. ഇത് വേണമെന്നുള്ളവർ കേട്ട് അനുഗ്രഹം പ്രാപിച്ച് നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങാം. അല്ലെങ്കിൽ നാശത്തിലേക്കായിരിക്കും പോക്ക് എന്നുള്ളതും നമ്മൾ മറന്നു പോകരുത്. ഹല്ലേലൂയ. അപ്പൊ കഷ്ടതയുടെ മർമ്മം മനസ്സിലാക്കുമ്പോഴാണ് അതിൻ്റെ ഗൗരവം എന്താണെന്ന് നമ്മൾ മനസ്സിലാകും. ഇന്ന് ഏറ്റവും കൂടുതൽ വികലമായി പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സബ്ജക്റ്റാണ് ഈ കഷ്ടത. സ്തോത്രം. അപ്പോസ്തലന്മാരുടെ ജീവിതത്തിൽ കഷ്ടതകളും ട്രബുലേഷൻ ഉപദ്രവങ്ങളും അടിക്കടി ഉണ്ടായിക്കൊണ്ടിരുന്നു. ഇങ്ങനെ നാം അനേക കഷ്ടങ്ങളിലൂടെ ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാണ്. കർത്താവ് പറഞ്ഞു ഇടുക്ക് വഴിയിലൂടെ അകത്ത് കടപ്പാൻ പോരാടും. ഇത് ഇവിടുത്തെ ന്യൂ ജനറേഷൻ പാസ്റ്റർമാർ മുഴുവൻ ഇത് നശിപ്പിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് അവരെ ഓർത്തല്ല സങ്കടം, അവരെ ഫോളോ ചെയ്യുന്ന ഒരു കൂട്ടം പാവങ്ങളായ വിശ്വാസികൾ, അവരെ ഓർത്താണ് ഞാൻ വ്യാകുലപ്പെടുന്നത്. കാരണം ഇവർ ഈ പ്രോസ്പെറിറ്റി പ്രസംഗിച്ച് കോടികളുണ്ടായി ഇവർ സുഖിച്ചുകൊണ്ടിരിക്കുക. എവർക്ക് കൊടുക്കുന്ന ആ ഒരു ബിരിയാണിയോ വല്ല 100-150 രൂപയൊക്കെയാണ്. മനസ്സിലായോ? ഈ പട്ടണത്തിൽ അങ്ങനെയുള്ള സഭകളുണ്ട്. ടെമ്പോ ട്രാവലർ വാടകയ്ക്കെടുത്ത് ഈ എറണാകുളം ജില്ലയുടെ നാനാഭാഗത്ത് നാളെ വലിച്ചു കൂട്ടി അവിടെ കൊണ്ടുപോയിട്ട് പ്രസംഗിപ്പിച്ച് സ്തോത്രാഴ്ചയും മേടിച്ച് അവർക്ക് ബിരിയാണിയും കൊടുത്ത് എന്തെങ്കിലുമൊക്കെ നച്ചാപ്പിച്ച കൊടുത്ത് വിടുന്ന ഇഷ്ടംപോലെ ഗ്രൂപ്പുകളുണ്ട്. അവരെയൊക്കെ പ്രശംസിച്ച് പറയുന്നവരാണ് ഇന്നത്തെ ന്യൂ ജനറേഷൻ പാസ്റ്റർമാർ. ഞങ്ങൾ അവരെയൊക്കെ പ്രശംസിക്കുന്നില്ല. അവരൊക്കെ കള്ള അപ്പോസ്തലന്മാരും കള്ളപ്രവാചകന്മാരും ദുർവേഷകന്മാരും എന്ന് ശക്തിയോടെ പറഞ്ഞുകൊണ്ടിരിക്കുക. അത് മരണം വരെയും പറയും, മാറ്റമില്ല. അവരുടെ കയ്യിൽ നിന്ന് ചിലരെയെങ്കിലും രക്ഷിച്ചെടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ദൗത്യം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, കഷ്ടതയുടെ മർമ്മത്തെക്കുറിച്ച് പറഞ്ഞാൽ ഇന്ന് മുഴുവൻ ഞാനത് പറഞ്ഞുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഞാൻ ആ ഭാഗത്ത് നിന്ന് വിടവാങ്ങാൻ താല്പര്യപ്പെടുക. കർത്താവ് കഷ്ടം അനുഭവിച്ചു, കർത്താവിൻ്റെ ശിഷ്യന്മാർ കഷ്ടം അനുഭവിച്ചു. ഇന്നും കർത്താവിൻ്റെ വചനം യഥാർത്ഥമായി പ്രസംഗിക്കുന്നവർ കഷ്ടം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അത് മരണം വരെയും കർത്താവിൻ്റെ വരവരെയും അത് അങ്ങനെ തന്നെ തുടരും. അതിന് മാറ്റമില്ല. കാരണം വചനത്തിൽ അങ്ങനെ വ്യവസ്ഥ കിടക്കും. അത് മാറ്റാൻ ആരും ശ്രമിക്കേണ്ട. അത് മാറ്റി പ്രസംഗിച്ചാൽ നിങ്ങൾക്ക് നിത്യതയില്ല, വേറെ കുഴപ്പമൊന്നുമില്ല. ഇവിടെ ലക്ഷറി ലൈഫായിട്ട് നമുക്ക് ജീവിക്കാം, ഒരു കുഴപ്പമില്ല. അവസാനം സാത്താനും എൻ്റെ ദൂതന്മാർക്ക് ഒരുക്കിയിരിക്കുന്ന തീപ്പൊയ്കയിൽ നിങ്ങൾ പോയി കിടക്കേണ്ടി വരും. യാതൊരു സംശയവുമില്ലത് വ്യക്തമായി കൃത്യമായിട്ട് അളന്ന് കുറിച്ച് പറയുന്നൊരു ദൂതാണ്. കഷ്ടതയിലും പാടിക്കൊണ്ടിരുന്ന ശിഷ്യന്മാർ, കഷ്ടതയിലും സന്തോഷിച്ചു കൊണ്ടിരുന്ന ശിഷ്യന്മാർ, കഷ്ടത ഒരു വരമാണെന്ന് എണ്ണിക്കൊണ്ടിരുന്ന ശിഷ്യന്മാർ, കഷ്ടത സഹിഷ്ണുതയും സഹിഷ്ണുസിദ്ധതയും ശുദ്ധത പ്രത്യാശ ഉളവാക്കുന്നു എന്ന് പറഞ്ഞ് കഷ്ടങ്ങളിലും പ്രശംസിച്ചവർ, കഷ്ടത ഒരു വരദാനമായി എണ്ണിയവർ, കഷ്ടതയുടെ നടുവിലും സന്തോഷിച്ചുകൊണ്ടിരുന്നവർ. ഹല്ലേലൂയ. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം അതിൻ്റെ 6-ാം അധ്യായത്തിൽ എനിക്ക് അതിശയം തോന്നിയ ഒരു വിഷയം, അതിശയം, ഭയങ്കര സന്തോഷം തോന്നി. 2 കൊരിന്ത്യർ ലേഖനം 6-ാം അധ്യായം. ഞാനത് എപ്പോഴും എടുത്ത് പറയുന്ന ഭാഗമാണ്. കാരണം അത് വായിച്ച് എപ്പോഴും അത് നമ്മുടെ ഹൃദയത്തിൽ ഉള്ളിലോട്ടത് സംഗ്രഹിക്കണം. ആ വേദഭാഗങ്ങൾ അത്ര വിലപ്പെട്ട വേദഭാഗങ്ങളാണ്. 2 കൊരിന്ത്യർ ലേഖനം 6-ാം അധ്യായം. ശുശ്രൂഷയ്ക്ക് ആക്ഷേപം വരാതിരിക്കേണ്ടതിന് 3 മുതൽ ഞങ്ങൾ ഇടർച്ചയ്ക്ക് ഹേതു കൊടുക്കാതെ സകലത്തിലും ഞങ്ങളെ തന്നെ ദൈവത്തിൻ്റെ ശുശ്രൂഷകന്മാരായി കാണിക്കുന്നു. ബഹുസഹിഷ്ണുത, കഷ്ടം, ബുദ്ധിമുട്ട്, സങ്കടം, തടവ്, കലഹം, അധ്വാനം, ഉറക്കളപ്പ്, പട്ടിണി, നിർമ്മലത. അങ്ങനെ വായിച്ച് ഇങ്ങോട്ട് വന്നിട്ട് മുഴുവൻ വായിച്ചോണേ. 3 മുതൽ ഇങ്ങോട്ട് വായിച്ചു കൊണ്ട് സമയമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് ഷോർട്ടായിട്ട് വായിക്കുക. അവസാനം അതിൻ്റെ 9-ാം വാക്യം തൊട്ട് ആരും അറിയാത്തവരെന്നിട്ടും എല്ലാവരും നല്ലവണ്ണം അറിയുന്നവർ, ഇതാ ഞങ്ങൾ മരിക്കുന്നവരെന്നിട്ടും ഇതാ ഞങ്ങൾ ജീവിക്കുന്നു, ശിക്ഷിക്കപ്പെടുന്നവരെങ്കിലും കൊല്ലപ്പെടാത്തവർ, ദുഃഖിതരെങ്കിലും എപ്പോഴും സന്തോഷിക്കുന്നവർ, ദരിദ്രരെങ്കിലും പലരെയും സമ്പന്നനാക്കുന്നവർ. ഇതാണ് എന്നെ സന്തോഷിപ്പിച്ചത്. അവർ കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളും ദാരിദ്ര്യങ്ങളും അനുഭവിച്ചു വന്നെങ്കിലും അവർ പലരെയും ആത്മീകമായി സമ്പന്നരാക്കിക്കൊണ്ടിരുന്നു. ആത്മീക സമ്പന്നതയിലേക്ക് അവർ ദൈവമക്കളെ നടത്തിക്കൊണ്ടിരുന്നു. ഇന്ന് നേരെ തിരിഞ്ഞുപോയി, ലൈഫ് സ്റ്റൈല് മാറിപ്പോയി. പെന്തക്കോസ്ത് സമൂഹമേ, നിങ്ങൾ ഇനിയെങ്കിലും ഇത് മനസ്സിലാക്കി.
പഴയ നിയമ വിശുദ്ധന്മാർ, പഴയ നിയമ ശിഷ്യന്മാർ, പാസ്റ്റർ കെ എബ്രഹാമിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നതും അതിനു മുമ്പുള്ള പാസ്റ്റർമാരൊക്കെ ഈ വിശുദ്ധ ഉപദേശം പറഞ്ഞ് ജനത്തെ ആത്മീക സമ്പന്നതയിലേക്ക് നടത്തി. ഇന്ന് വന്ന് പാസ്റ്റർമാര് വിശ്വാസികളെ ഭൗതിക സമ്പന്നതയിലേക്ക് നടത്തി അതിന്റെ അംശം പറ്റി അവരും സൂചിച്ചുകൊണ്ടിരിക്കുക. ഇരുകൂട്ടരും നരകത്തിലേക്ക് പോകുന്നു എന്ന് പറയാൻ എനിക്ക് നിയോഗമുണ്ട്. കാരണം സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താൽ ക്രിസ്തുയേശുവിൽ നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്ന പിതാവാം ദൈവം വാഴ്ത്തപ്പെട്ടവൻ എന്നാണ് പൗലോസ് പഠിപ്പിച്ച എഫേസർ 1:3. നമ്മളെ ആത്മീയമായി അനുഗ്രഹിച്ചിരിക്കുന്നു, ഭൗതികമായിട്ടല്ല. ഭൗതികമായി ഉണ്മാൻ ഉടുപ്പാനുണ്ടെങ്കിൽ മതിയെന്നാണ് പ്രമാണം, പുതിയ നിയമ പ്രമാണം. സ്തോത്രം. തിമോഥെയോസിന്റെ ലേഖനത്തിൽ എപ്പോഴും പറയുന്ന ഭാഗം നിങ്ങളെ ഒന്നുകൂടി വായിച്ചു കേൾപ്പിക്കാം. തിമോഥെയോസിന്റെ 1-ാം ലേഖനം 6-ാം അധ്യായം. അലംഭാവത്തോടുകൂടി ദൈവഭക്തി വലിയ ആദായമാകുന്നതാനും ഈ ലോകത്തിലേക്ക് നാം ഒന്നും കൊണ്ടുവന്നിട്ടില്ല, ഇവിടെ നിന്നൊന്നും യാതൊന്നും കൊണ്ടുപോകാൻ കഴിയുന്നതുമല്ല. ഉണ്മാനുടുപ്പാനും ഉണ്ടെങ്കിൽ മതിയെന്ന് വിചാരിക്കാം. ധനികന്മാരാകാൻ ആഗ്രഹിക്കുന്നവർ പരീക്ഷയിലും കടിയിലും കൂടുകയും മനുഷ്യ സംസ്കാരനാശങ്ങളിൽ മുങ്ങിപ്പോകാൻ ഇടവരുന്ന മൗഢ്യവും ദോഷകരമായ പല മോഹങ്ങൾക്ക് വിരയായിത്തീരുകയും ചെയ്യുന്നു. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലമല്ലോ. ഇത് ചിലർ കാക്ഷിച്ചിട്ട് വിശ്വാസം വിട്ടുവിടുന്ന ബഹു ദുഃഖങ്ങൾക്ക് അതിനെതിരായി തീർന്നിരിക്കുന്നു. അരുമശിഷ്യനായ തിമോഥെയോസിനോട് പൗലോസ് പറയുന്നു, നീയോ ദൈവത്തിന്റെ മനുഷ്യനായുള്ളവേ, ആ ദ്രവ്യാഗ്രഹം വിട്ടോടി നീതി, ഭക്തി, വിശ്വാസം, സ്നേഹം, ക്ഷമ, സൗമ്യത എന്നിവയെ പിന്തുടരുക. വിശ്വാസത്തിന്റെ നല്ല പൂർവ്വരുതുക, നിത്യജീവനെ പിടിച്ചുകൊള്ളുക. അതിനാൽ നീ വിളിക്കപ്പെട്ട അനേക സാക്ഷികൾ മുമ്പാകെ നല്ല സ്വീകാരം കഴിച്ചുവല്ലോ. നീ നിഷ്കളങ്കനും നിരപവാദ്യനുമായി ഈ കൽപ്പന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷത വരെ പ്രമാണിച്ചു കൊള്ളണമെന്നിങ്ങനെ സകലത്തെയും ജീവിപ്പിക്കുന്ന ദൈവത്തെയും പൊന്തിയോസ് പീലാത്തോസിന് മുൻപിൽ നല്ല സ്വീകാര്യം കഴിച്ച ക്രിസ്തുയേശുവിനെയും സാക്ഷി വെച്ച് ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്നു. ഒരു മിലിറ്ററി കമാൻഡർ ആജ്ഞാപിക്കുന്നത് പോലെ ദൈവസഭയുടെ അതിശ്രേഷ്ഠ അപ്പോസ്തലൻ കൽപ്പന തരുന്നു. നീ പ്രവാചകനായിരിക്കാം, ആത്മികനായിരിക്കാം, ഞാൻ എഴുതുന്നത് ദൈവത്തിന്റെ കൽപ്പന. 1 കൊരിന്ത്യർ 14:37. ഇതനുസരിക്കുന്നില്ലെങ്കിൽ നമ്മൾ ശിക്ഷാവിധിയിൽ പോയി വീഴും. പ്രോസ്പെരിറ്റിക്കാരുടെ പൊള്ളത്തരം കേൾക്കല്ലേ, പൊട്ടത്തരങ്ങൾ കേൾക്കല്ലേ, വചനത്തെ കോട്ടിക്കളഞ്ഞ് കൂട്ടിച്ചേർത്ത് മറിച്ച് കളയുന്ന പ്രസംഗങ്ങൾ നിങ്ങൾ കേൾക്കല്ലേ. നിങ്ങൾ കേട്ടാൽ നിങ്ങൾ നശിച്ചു പോകും. ഡോക്ടർ ശമോൽ ഉപദേശി പറയുക, പറയാനുള്ളതൊക്കെ പറഞ്ഞു വെച്ചിട്ട് ആ മനുഷ്യൻ പോയത്. അതുപോലെ ഞാനും പറയാനുള്ളതൊക്കെ പറഞ്ഞു വയ്ക്കുക. കേൾക്കേണ്ടവർക്ക് കേൾക്കാം, അനുസരിക്കേണ്ടവർക്ക് അനുസരിക്കാം, തള്ളിക്കളയുന്നവർക്ക് തള്ളിക്കളയാം. അതിൻ്റെ എല്ലാം നിങ്ങളുടെ കയ്യിലായിരിക്കുന്നത്. അവർ കേട്ടാലും കേട്ടില്ലേലും നീ അവരോട് പറയുക എന്ന് വചനത്തിൽ എഴുതിയിരിക്കുന്നു, യിരെമ്യാ പ്രവാചകൻ. അതുകൊണ്ട് കഷ്ടതയെക്കുറിച്ചുള്ള സന്ദേശം അപ്പോസ്തലന്മാരും കർത്താവും പഠിപ്പിച്ചത് ദൈവമക്കൾ കേൾക്കുക, അല്ലാത്തതൊന്നും കേൾക്കരുത്. ഈ പ്രോസ്പെരിറ്റിക്കാരുടെ കള്ളപ്രവചനവും ദുരുപദേശങ്ങളും ആകാത്തതായ പൊള്ളത്തരങ്ങളും വിടുവായത്തരങ്ങളും നിങ്ങൾ കേൾക്കരുത്. കേട്ടുകഴിഞ്ഞാൽ നിങ്ങളുടെ നിത്യത നഷ്ടമാകുമെന്ന് പറഞ്ഞ് ആ വാക്യത്തിൽ നിന്ന് ഞാൻ മുൻപോട്ട് പോവുകയാണ്. സ്തോത്രം. അടുത്ത വാക്യം പത്രോസിന്റെ 1-ാം ലേഖനം 4-ാം അധ്യായത്തിന്റെ ജഡത്തിൽ കഷ്ടമനുഭവിച്ചവൻ ജഡത്തിൽ ശേഷിച്ചിരിക്കും കാലം ഇനി മനുഷ്യരുടെ മോഹങ്ങൾക്കല്ല ദൈവത്തിന്റെ ഇഷ്ടത്തിന് എത്ര ജീവിക്കേണ്ടതിന് പാപം വിട്ടൊഴിച്ചിരിക്കുന്നു. അപ്പൊ ഈ പാപം വിട്ടൊഴിയാനായിട്ടുള്ള ഒരു മീഡിയേറ്ററാണ് ഈ കഷ്ടത. ഇതെത്ര പേര് മനസ്സിലാക്കുന്നു? പാപം വിട്ടൊഴിയാനായിട്ടുള്ള ദൈവം ഉപയോഗിക്കുന്ന ഒരു ഉപാധിയാണ് നമ്മുടെ ജീവിതത്തിൽ കഷ്ടതകൾ കൊണ്ടുവരുന്നത്. രോഗം ഒരു കഷ്ടതയാണ്, സാമ്പത്തിക ഞെരുക്കം ഒരു കഷ്ടതയാണ്, പലവിധമാകുന്ന ക്രൈസിസ് ഒരു കഷ്ടതയാണ്. അത് നമ്മൾ പാപം വിട്ടൊഴിയണം അല്ലേ? അങ്ങനെയല്ലേ എഴുതിയിരിക്കുന്നത്? ജഡത്തിൽ കഷ്ടമനുഭവിച്ചവൻ ജഡത്തിൽ ശേഷിച്ചിരിക്കും കാലം ഇനി മനുഷ്യരുടെ മോഹങ്ങൾക്കല്ല ദൈവത്തിന്റെ ഇഷ്ടത്തിന് എത്രയും ജീവിക്കേണ്ടതിന് പാപം വിട്ടൊഴിഞ്ഞിരിക്കുന്നു. ആ വാക്യം ഒന്ന് ചിന്തിച്ചേ. ഞാനിത് പറയുമ്പോൾ തന്നെ നിങ്ങളൊന്ന് ചിന്തിച്ചേ, നിങ്ങളൊന്ന് പഠിച്ചേ, നിങ്ങളൊന്ന് വായിച്ചേ. കഷ്ടമനുഭവിച്ചുകൊണ്ടിരിക്കുന്നവൻ ജഡത്തിൽ കഷ്ടമനുഭവിക്കുമ്പോൾ അവൻ പാപം വിട്ടൊഴിഞ്ഞ് ഒരു വിശുദ്ധമായ ജീവിതം നയിച്ച് നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങണമെങ്കിൽ കഷ്ടത അനിവാര്യം. ക്രിസ്തുവിൽ തികഞ്ഞു വരുവാൻ കഷ്ടത അനിവാര്യം. ആത്മീയമായ ഒരു തികവിന് വേണ്ടി കഷ്ടത അനിവാര്യം.
ആ കഷ്ടതയിലൂടെ തികഞ്ഞു വരുമ്പോഴാണ് പാപം വിട്ടൊഴിയുന്നത്. നയമാൻ ആ ഉരുപ്പടികളെല്ലാം കൂടി വീട്ടിൽ മേടിച്ചുകൊണ്ട് വച്ചിട്ട് അവസാനം എന്ത് ചെയ്തു? കുഷ്ഠരോഗിയായി തീർന്നില്ലേ? അതുപോലെ ഇന്ന് പുതിയ നിയമത്തിൽ അനേകർ കുഷ്ഠരോഗികളെ പാപം നിറഞ്ഞ ജീവിതം നയിക്കുക. വിശുദ്ധിയുടെ ഉപദേശം കയ്യിലേന്തിയ ഒരു പാസ്റ്റർ അവസാനം മരിക്കുന്നതിന് മുമ്പ് പാമ്പിനെ കയ്യിൽ പിടിച്ചോണ്ടിരുന്നു. അംശപടി പാമ്പ്, കടും ചുവപ്പുള്ള വസ്ത്രവും ധരിച്ചിരുന്നു. അപ്പൊ എനിക്ക് ഇതെന്തൊരു സങ്കടമാണിത്, ഇതെന്ത് പറ്റി? അതെ, സർപ്പം ഹവ്വായെ ഉപായത്തിൽ ചതിച്ചതുപോലെ ചതിയിൽപ്പെട്ടു. എന്റെ പ്രസംഗം മുഴുവൻ പിശാചിന്റെ ചതിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പ്രസംഗങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മനസ്സ് വെച്ച് കേക്ക്. ഇന്നത്തെ ആത്മീയ കുളത്തെ പിശാചി ചലിച്ചിട്ടിരിക്കുക. ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളാകത്തക്ക നിലയിൽ പിശാചിന്റെ ചതിയിൽ കിടക്കുകയാണ് ഇന്ന് പലരും. എല്ലാവരുമല്ല. വിശുദ്ധിയുടെ ഉപദേശം പ്രസംഗിക്കുന്ന അനേക പാസ്റ്റർമാരുണ്ട്, വിശുദ്ധിയിൽ ജീവിക്കുന്ന അനേക വിശ്വാസികളുണ്ട്. അവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം. അവരൊരു ശേഷിപ്പേ ഉള്ളൂ, ഒരു ചെറിയൊരു ഗ്രൂപ്പേ ഉള്ളൂ. ഈ അധ്യായം ഞാൻ എന്തിനു തിരഞ്ഞെടുത്തു എന്ന് ചോദിച്ചാൽ ഞാൻ തിരഞ്ഞെടുത്തതല്ല, കർത്താവ് എന്നോട് തിരഞ്ഞെടുത്ത് പ്രസംഗിക്കാൻ പറഞ്ഞായി. ഇതൊന്നും ആരും പ്രസംഗിക്കുന്നില്ല ഇന്ന്. സങ്കീർത്തനം വാങ്ങി പാട്ടും പാടി അവിടെ പോക്കറ്റിലുള്ളത് അവരുടെ പാട്ടിലാക്കി പോവുക ചെയ്യുന്നത്. ശ്രദ്ധിക്കുക മക്കളെ, ഇത് കഷ്ടതയിലൂടെ ഊരിത്തിരിഞ്ഞ് പാപം വിട്ടൊഴിച്ചൊരു ജീവിതം നയിക്കണമെന്ന് ആ 2-ാം വാക്യം. എന്നിട്ട് കാമാർത്തികളിലും മോഹങ്ങളിലും വീഞ്ഞുകുടിയിലും വെറുക്കൂത്തിലും മദ്യപാനത്തിലും ധർമ്മവിരുദ്ധമായ വിഗ്രഹാരാധനയിൽ നടന്ന് ജാതികളുടെ ഇഷ്ടം പ്രവർത്തിച്ചത് കൊണ്ട് കാലം പോക്കിയത് മതി. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുന്നു, മതി, നിർത്തിക്കോ. ഈ പറഞ്ഞ പാപങ്ങളൊക്കെ നിർത്തിക്കോ. എന്തൊക്കെയാ? കാമാർത്തി, മോഹങ്ങൾ, വീഞ്ഞുകുടി, വെറുക്കൂത്ത്, മദ്യപാനം, ധർമ്മവിരുദ്ധമായ വിഗ്രഹാരാധന. ദ്രവ്യാഗ്രഹം വിഗ്രഹാരാധനയാ. അങ്ങനെയെങ്കിൽ പണത്തെ സ്നേഹിക്കുന്ന പാസ്റ്ററാകട്ടെ വിശ്വാസിയാകട്ടെ വിഗ്രഹാരാധികളാ, യാതൊരു സംശയമില്ല അതിന്. വെള്ളം അടിക്കുമെന്ന് ചോദിച്ചാൽ പണ്ട് ഞാൻ പറയും അടിക്കത്തില്ലെന്ന്. ഇപ്പൊ ഞാൻ ചോദിക്കും പെന്തക്കോസ്തുകാരൻ വെള്ളം അടിക്കുമെന്ന് ചോദിച്ചാൽ സൂപ്പർ വെള്ളം അടിക്കുന്ന പാസ്റ്റർമാരും വിശ്വാസികൾ ആത്മീയ കുളത്തുണ്ട്. തിരിച്ചറിയുന്നില്ലെന്നേ ഉള്ളൂ. ദൈവം അവരെ തിരിച്ചറിയുന്നുണ്ട്, സഭ തിരിച്ചറിയുന്നില്ല. എഫെസോസ് സഭയിലെ പ്രവചിക്കാൻ വന്ന പ്രവാചകന്മാരെ എഫെസോസ് അവിടെ പാസ്റ്ററും വിശ്വാസികളും അവരെ ക്ലിപ്പിട്ടെടുത്തു, കണ്ടം വഴി ഓടിച്ചു. ഇന്നാണെങ്കിലോ വെള്ളം അടിച്ചിട്ട് ഒന്ന് പ്രവചിച്ചാലും ഒരു കുഴപ്പമില്ല, വെള്ളം അടിച്ചിട്ട് ഒന്ന് ഉപദേശം പറഞ്ഞാലും ഒരു കുഴപ്പമില്ല. സ്മെല്ലില്ലാതിരിക്കാൻ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ പോരെ. ഇനി ശുശ്രൂഷ കഴിഞ്ഞിട്ട് ഭവനത്തിൻ്റെ ഉള്ളിലിരുന്ന് അടിച്ചു പൂസാകുന്ന മാസ്റ്റർമാരുണ്ടെന്ന് ഞാൻ ഞെട്ടിപ്പോയത് കേട്ടപ്പോൾ. എനിക്കിപ്പോഴും അങ്ങോട്ട് വിശ്വസിക്കാൻ വരുന്നില്ല, ബുദ്ധിമുട്ടാണ്. പക്ഷേ ഈ പറഞ്ഞവർ വിശ്വസിക്കാൻ കൊള്ളാവുന്നവരായതുകൊണ്ട് അത് വിശ്വസിക്കാതിരിക്കാനും തരവില്ല. ശ്രദ്ധിക്ക്, കാമാർത്തികളിലും മോഹങ്ങളിലും വീഞ്ഞുകുടിയിലും വെറുക്കൂത്തുകളിലും മദ്യപാനത്തിലും ധർമ്മവിരുദ്ധമായ വിഗ്രഹാരാധനയിലും നടന്ന് ജാതികളുടെ ഇഷ്ടം പ്രവർത്തിച്ചുകൊണ്ട് കാലം പോക്കിയത് മതി. ഇതാരെങ്കിലും അങ്ങനെ കേൾക്കുന്നവരുണ്ടെങ്കിൽ മതി, നിർത്തിക്കോ. എന്തുകൊണ്ട് നിർത്തിക്കോ? വെറിക്കൂത്ത് എന്താണ്? വെറിക്കൂത്ത് റോമർ 13:12-13 എടുത്തൊന്ന് വായിക്കാം. വെറിക്കൂത്തിനെ കുറിച്ച് പറയുന്നത് റോമർ 12:13 വാക്യം. സ്വത്രം 13:12 ആ 13:12 രാത്രി കഴിവാറായി, പകലെടുത്തിരിക്കുന്നു. അതുകൊണ്ട് നാം ഇരുട്ടിൻ്റെ പ്രവൃത്തികളെ വെച്ച് കളഞ്ഞ് വെളിച്ചത്തിൻ്റെ ആയുധവർഗം ധരിച്ചുകൊള്ളുക. പകൽ സമയത്ത് എന്ന പോലെ നാം മര്യാദയായി നടക്കുക. വെറുക്കൂത്തുകളിലും മദ്യപാനങ്ങളിലും ശയനമോഹങ്ങളിലും ദുഷ്കാമങ്ങളിലുമല്ല, പിടക്കത്തിലും അസൂയയിലുമല്ല, കർത്താവായ യേശുക്രിസ്തുവിനെ തന്നെ ധരിച്ചുകൊള്ളുകയും. മോഹങ്ങൾ ജനിക്കുമാർ ജഡത്തിനായി ചിന്തിക്കരുത്. അപ്പോൾ വെറുക്കൂത്ത് ഇവിടെ എന്താ? ഇരുട്ടിൻ്റെ പ്രവൃത്തി. വെറുക്കൂത്തുകളിലും മദ്യപാനങ്ങളിലും ശയനമോഹങ്ങളിലും. അപ്പോൾ റോമർ 13:12-13 വാക്യങ്ങൾ പഠിക്കുമ്പോൾ
12, 13, 14 ചേർത്ത് വെച്ച് പഠിക്കുമ്പോൾ വെറുക്കൂത്ത് ഇരുട്ടിന്റെ പ്രവൃത്തി. ഇനി ഗലാത്യ ലേഖനം 5 ചില വാക്യങ്ങൾ വായിക്കാം. ഗലാത്യ ലേഖനം 5 ഇതൊക്കെ ഭംഗിയായിട്ട് ഗ്രഹിച്ച് മനസ്സിലാക്കി മുമ്പോട്ട് പോയില്ലെങ്കിൽ നമ്മുടെ ഇടപാട് തീർന്നത് തന്നെ. 5 ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം. 19 മുതൽ വായിക്കുക. 19 ജഡത്തിന്റെ പ്രവൃത്തികളോ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാര്യം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ഷാഢ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറുക്കൂത്ത് മുതലായവ എന്ന് വെളിവാകുന്നു. അപ്പോൾ വെറുക്കൂത്ത് ഗലാത്യർ 5 18, 19, 20 വാക്യങ്ങളിൽ ജഡത്തിന്റെ പ്രവൃത്തി വെറുക്കൂത്ത്. സിനിമാ, നാടകം, സീരിയൽ പെന്തക്കോസ്തുകാരുടെ ഇഷ്ട കാര്യങ്ങളാണ്. പാസ്റ്ററിന് ഉണർവ് കയറിയപ്പോൾ TV കൊണ്ടുവന്ന് വിറ്റു. അമ്മാമ്മയും മക്കളും കൂടി അത് വാങ്ങി വെച്ചു. എൻ്റെ കൂട്ടത്തിൽപ്പെട്ട ഒരാളുടെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ആള് ആരാന്നൊന്നും ഞാൻ പറയുന്നില്ല, പേര് പറയാൻ പാടില്ലല്ലോ. പേര് പറഞ്ഞാൽ വിളിക്കാൻ പാടില്ല, അപ്പം മറ്റുള്ളവർക്ക് അത് വിഷമമാവും. പേര് പറയാതെ പറയാം. അച്ചായൻ ഉണർവ് കയറ്റിയപ്പോൾ എടുത്തു വെച്ച് വിറ്റു. അമ്മാമ്മയ്ക്ക് ഉണർവ് നഷ്ടപ്പെട്ടപ്പോൾ അമ്മയമ്മയും മക്കളും കൂടി അത് മേടിച്ചുകൊണ്ട് വെച്ച് കണ്ടുകൊണ്ടിരിക്കുക. ചത്തിരിക്കുകയല്ല, ആത്മീയമായി. സ്തോത്രം. നടക്കുന്ന സംഭവം, നടന്നിരിക്കുന്ന സംഭവം ഈ പറയണേ. വെറുക്കൂത്ത് ഇരുട്ടിന്റെ പ്രവൃത്തി, ജഡത്തിന്റെ പ്രവൃത്തി. ഇനി 1 പത്രോസ് 4 നമ്മൾ വായിച്ചല്ലോ. എന്താ? കാമാർത്ഥികളിലും മോഹങ്ങളിലും വീഞ്ഞുകുടിയിലും വെറുക്കൂത്തുകളിലും മദ്യപാനത്തിലും ധർമ്മവിരുദ്ധമായ വിഗ്രഹാലയിലും നടന്ന് ജാതികളുടെ ഇഷ്ടം പ്രവർത്തിച്ചുകൊണ്ട് കാലം പോ. അപ്പൊ ജാതികളുടെ ഇഷ്ടമാണ്, ജാതികളുടെ നടപ്പാണ് വെറുക്കൂത്ത്. വെറുക്കൂത്ത് ഇരുട്ടിന്റെ പ്രവൃത്തി, ജഡത്തിന്റെ പ്രവൃത്തി, ജാതികളുടെ നടപ്പ്. റോമാലേഖനത്തിൽ ഇരുട്ടിന്റെ പ്രവൃത്തി, ഗലാത്യ ലേഖനത്തിൽ ജഡത്തിന്റെ പ്രവൃത്തി, റോമാലേഖനത്തിൽ ജാതികളുടെ പ്രവൃത്തി, ജാതികളുടെ നടപ്പ്. ക്ലിയർ ആയില്ലേ? അതുകൊണ്ടല്ലേ പുതിയ നിയമസഭയെ പ്രസംഗിക്കാത്തത്. ഇന്ന് സഭയിൽ ഇത് പ്രസംഗിച്ച പാസ്റ്ററിന്റെ വിക്കറ്റും കൊണ്ട് അവിടെയുള്ള ജഡീകന്മാർ പോവും. ഇയാളെ വല്ല അട്ടപ്പാടിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ആ ചർച്ചിലെ കാശുള്ള അച്ചായന്മാർ ചെയ്യും. കാരണം കാശുള്ള അച്ചായന്മാരല്ലേ സഭയെ നിയന്ത്രിക്കുന്നത്. അവിടെ പ്രസിഡന്റിനെ പോലും നിയന്ത്രിക്കുന്ന അച്ചായന്മാരാ. കാരണം ഞങ്ങളെ ദൈവനം പഠിപ്പിച്ച വിശ്വാസം പറഞ്ഞതായി. വലിയ വലിയ കാശുള്ള ജഡീകന്മാർ അച്ചായന്മാരുണ്ട്. അവരാണ് സഭയെ നിയന്ത്രിക്കുന്നത്. അവർ പറഞ്ഞ അനുസരിച്ചില്ലെങ്കിൽ പ്രസിഡന്റ്, സെക്രട്ടറി എല്ലാം കണ്ടം വഴി ഓടേണ്ടി വരും. ആ ഒരു ഗതികെട്ട അവസ്ഥയിലേക്ക് നമ്മൾ മാറി. എത്ര ശോചനീയം, എത്ര ദുഃഖകരം, എത്ര വേദനാജനകം. നിങ്ങൾ വിവരിക്കും ഞങ്ങളിത് സന്തോഷത്തോടെ പറയുകയല്ല, വളരെ ദുഃഖത്തോടെ പറയുക. ഇവരുടെ കൂടെ കിടക്കുന്ന ഈ വിശ്വാസികളുടെ കാര്യമാണ് അധപ്പതനം. ഈ 3 കാര്യം സഭയെ പ്രസംഗിക്കാൻ പറ്റുമോ ഇന്ന്? വെറുക്കൂത്ത്, ഇരുട്ടിന്റെ പ്രവൃത്തി, ജഡത്തിന്റെ പ്രവൃത്തി, ജാതികളുടെ നടപ്പൊന്നും സഭയെ പ്രസംഗിക്കാൻ പറ്റുമോ? പറ്റില്ല. ഞാൻ പ്രസംഗിച്ചതിന് എന്നെ അവിടെ നിന്ന് ഓടിച്ചിട്ടുണ്ട്, ചേർത്തലയിലൊരു കൂട്ടായ്മയിൽ നിന്ന്. മനസ്സിലായോ? ഇത് അപ്പോസ്തലന്റെ ഉപദേശമല്ലേ ഇത്? നമുക്ക് സന്ദർഭോചിതമായി വളച്ചൊടയ്ക്കാൻ പറ്റിയതാണോ ഇത്? പറ. നമ്മൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് പോയാൽ നമ്മൾ നാശത്തിലേക്കാണ് പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയും, നിങ്ങൾ വാക്കിനാലോ ലേഖനത്താലോ തന്ന പ്രമാണം മുറുകെ പിടിച്ചുകൊള്ളണം. ഈ അപ്പോസ്തലന്മാരുടെ ഉപദേശം ഇത് പ്രമാണമാണ്, ഇത് മുറുകെ പിടിക്കണം. ഇത് ആര് മുറുകെ പിടിക്കുന്നില്ലെങ്കിലും അവൻ ദൈവരാജ്യത്തിൽ നിന്ന് ഔട്ട്. ഇത് പറയുന്നതിന് എന്താ ഇത്ര വിഷമം? ഇതാർക്കും വേണ്ട. ഇത് പറയുമ്പോൾ എനിക്ക് പോലും ഇത് വിഷമമുണ്ട്. കാരണം ഇതൊന്നും അനുസരിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. അനുസരിച്ചേ പറ്റൂ. അതിനുള്ള കൃപ പ്രാപിക്കണം. അല്ലല്ലേ? ഈ ലൊട്ടലൊടുക്ക് പരിഭവമുണ്ട്. ആർക്കും സ്വർഗരാജ്യത്തിന്റെ പടിവാതിൽ വേണമെന്ന് ആരും ചിന്തിക്കരുത്. സ്വർഗത്ത് പോണ കാര്യത്തെക്കുറിച്ച് ആരും ചിന്തിക്കേ വേണ്ട. അങ്ങനെ ചിന്തിക്കുന്നെങ്കിൽ നിങ്ങൾ കർത്താവും അപ്പോസ്തലന്മാരും വിശുദ്ധ പ്രവാചകന്മാരും പറഞ്ഞ വചനങ്ങളെ നിങ്ങൾ ചെവി കൊടുക്കണം, കേൾക്കണോ? അത് എസ്പെഷ്യലി പുതിയ നിയമം, എസ്പെഷ്യലി അപ്പോസ്തല ഉപദേശം തന്നെ നിങ്ങൾ ചെവി കൊടുക്കണം.
പഴയ നിയമം കേട്ടാൽ പോരാ, അപ്പോസ്തലൻ തന്നെ ചെവി കൊടുക്കണം. പഴയ നിയമത്തെ ഞാൻ ഒരു കാരണവശാലും വേണ്ടെന്ന് പറയുന്ന ആളല്ല, അത് വേണമെന്ന് തന്നെ ശഠിക്കുന്ന ആളാണ് ഞാൻ. അത് ആ നിലയിൽ നമ്മൾ എടുക്കണം. നമുക്ക് അനുസരിക്കാനുള്ള പ്രമാണമായിട്ട് എടുത്തു കഴിഞ്ഞാൽ എന്നെപ്പോലെ വിഡ്ഢി, പമ്പര വിഡ്ഢി ലോകത്ത് വേറെ കാണത്തില്ല. അതനുസരിക്കാൻ പറ്റുന്ന പ്രമാണം അല്ലത്. സ്ത്രീയുടെ സന്തതി വരുന്നവരെ നമുക്ക് തന്നതാ, ശിശുപാലകനായിട്ട് തന്ന പ്രമാണമാ ന്യായപ്രമാണം. ഒരു ശിശുപാലകനായി ഭവിച്ചു. ഞങ്ങളുടെ വീട്ടിൽ 5 വയസ്സുള്ള കുഞ്ഞുണ്ട്, അവനെ കൊണ്ടാക്കുന്നതൊക്കെ ചെയ്യുക. അവൻ കോളേജിൽ പഠിക്കാൻ നേരത്തെ അവനെ കൊണ്ടുവിടണോ? ഞാൻ ചോദിക്കുക, കൊണ്ടുവിടണോ? അവൻ പൊക്കോളൂന്നേ, വളർച്ച പ്രാപിച്ചെന്നേ. ന്യായപ്രമാണത്തിൽ കിടന്നവർ യേശുക്രിസ്തുവിന്റെ അടുക്കലേക്ക് നടത്തപ്പെടുവാൻ ശിശുപാലകനായി ഭവിച്ചെങ്കിൽ അവിടെ വന്നവൻ ശൈശവാവസ്ഥ വിട്ട് വളർച്ച പ്രാപിച്ച്, ഞാൻ ശിശുവിനെ പോലെ സംസാരിച്ചു, ശിശുവിനെ പോലെ നിരൂപിച്ചു, ശിശുവിനെ പോലെ ചിന്തിച്ചു എന്ന് 1 കൊരിന്ത്യർ 13:11 പറയുന്ന പോലെ ആ ശൈശവാവസ്ഥയിൽ നിന്ന് അവൻ വളർച്ച പ്രാപിച്ച്, പക്വത പ്രാപിച്ച്, ക്രിസ്തുവിന്റെ പ്രമാണം അനുസരിച്ച് അവൻ വളർച്ച പ്രാപിച്ച്, ക്രിസ്തുവിന്റെ പ്രമാണം അനുസരിച്ച് നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന കരുത്തനായ ഒരു വിശ്വാസിയായി തീർന്നു കഴിയുമ്പോൾ പിന്നെ എന്തിനാണ് അവരനായ പ്രമാണം? എന്തിനാണ് അവന് സങ്കീർത്തനം? ക്രിസ്തുവിന്റെ ഉപദേശമല്ലേ വേണ്ടത്? ക്രിസ്തുവിന്റെ ഉപദേശത്തിലല്ലേ നിലനിൽക്കേണ്ടത്? തിമോഥെയോസിന്റെ ലേഖനത്തിൽ ഒരു ഭാഗമുണ്ട്. എന്താണ്? രക്ഷയ്ക്ക് ജ്ഞാനിയാക്കാൻ മതിയായ തിരുവെഴുത്തുകൾ. അതേതാ? എന്നോട് കേട്ട് പഠിച്ചെന്നാ പൗലോസ് പറയുന്നത്. എല്ലാ തിരുവെഴുത്തും ദൈവവിശ്വാസ്യമാണെന്നേ, തർക്കമില്ലെന്നേ. ആദിയിൽ ദൈവം എന്ന് തുടങ്ങി വെളിപ്പാട് ആമേൻ കർത്താവേ യേശു ക്രിസ്തു വരണമെന്ന് പറയുന്നത് ദൈവവിശ്വാസ്യമാണ്, യാതൊരു തർക്കവുമില്ലത്. എന്നാൽ നീയും ഞാനും അനുസരിക്കേണ്ടത് പൗലോസ് തിമോഥെയോസിനോട് പറയുന്നത് എന്നോട് കേട്ട ആ വചനം, അത് രക്ഷയ്ക്ക് ജ്ഞാനിയാക്കാൻ മതിയായ വചനം അതാ. മോശയുടെ പ്രമാണം അല്ലവേ അല്ല. ഈ തിരിച്ചറിവ് എന്ന് നമുക്കുണ്ടാകും, അന്ന് നമ്മൾ നന്നാകും. ഇത്രയേ ഉള്ളൂ, എനിക്കതേ പറയാനുള്ളൂ. എനിക്ക് ഈ വചനം പറയാൻ ആരുടെ ശുപാർശയും വേണ്ട, ആരുടെ ഒത്താശയും വേണ്ട. ധൈര്യമായിട്ട് എനിക്ക് പറയാം, ഞാനൊരു സംഘടനയുടെ ആളല്ല, ഞാനൊരു സംഘടനയ്ക്കും എതിരല്ല. എതിരെന്നുള്ളത് ഈ വചനത്തിൻ്റെ വ്യവസ്ഥ വിട്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ. പൗലോസിൻ്റെ ഭാഷ കടമെടുത്താൽ പ്രയോജനമുള്ളതൊന്നും മറച്ചു വയ്ക്കാതെ ഞാൻ മുഴുവനും അറിയിച്ചു തന്നിരിക്കും. കാഹളം ധനിക്കുമ്പോൾ നമുക്ക് പോകണം, അല്ലെങ്കിൽ ഉയർത്തെഴുന്നേറ്റ് വരണം, ജീവനോട് ഞാൻ രൂപാന്തരം പ്രാപിക്കണം. അതിനാവശ്യമായ അപ്പോസ്തലന്മാരുടെ പ്രബോധനങ്ങൾ, ഉപദേശങ്ങൾ കേട്ടനുസരിച്ച് ജീവിക്കാനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുക ദൈവമക്കളെ. അല്ലെങ്കിൽ ഒരു ഗുണവുമില്ല. ഒരു വലിയൊരു ചർച്ചിൻ്റെ വിശ്വാസിയായിട്ട് ജീവിച്ച് അവസാനം മരിച്ച് നിത്യമായ നരകത്തിലേക്ക് പോകും. അല്ലാതെന്താ? ഹല്ലേലൂയ. ഇതൊക്കെ പറയുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ വേദനയാണ്. പരിഹാസമല്ല, നിന്നയല്ല, പഴിക്കുകയല്ല, ദൂഷിക്കുകയല്ല. വേദനയോടെ ഞാൻ പറയുക, വിശ്വാസികൾ നശിച്ചുകൊണ്ടിരിക്കുന്നു. സഭകളിൽ വിശ്വാസികൾ ആത്മീക ശിശുക്കളായിക്കൊണ്ടിരിക്കുന്നു. ശൈശവാവസ്ഥ വിടാനായിട്ട് കഴിയുന്നില്ല. ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ ചിന്തിച്ചു, ശിശുവിനെ പോലെ നിരൂപിച്ചു, ശിശുവിനെ പോലെ സംസാരിച്ചു. പുരുഷനായ ശേഷം ശിശുവിനുള്ളത് ത്യജിച്ച് കളഞ്ഞു. ഇത് ത്യജിച്ച് കളയുന്നില്ല, ശൈശവാവസ്ഥയിൽ തന്നെ കിടന്ന് പെട്ടിനുള്ളിൽ കയറ്റി വെച്ച് കൊണ്ടേ കുഴിച്ചിട്ട് ചവിട്ടി അമർത്തുക ചെയ്യുന്നേ. ചുമ്മാ പറഞ്ഞോളൂ, കാകളൊന്നും ഇരിക്കുമ്പോൾ ഉയർത്തെഴുന്നേറ്റ് വരും. ഒന്നും വരാൻ പോണില്ല. അങ്ങനെ വരണമെങ്കിൽ അതിന് പ്രമാണമുണ്ട്, അതിന് വ്യവസ്ഥയുണ്ട്. ഒരു വിശ്വാസി ഭൂമിയിൽ ദൈവവചനം പുതിയ നിയമ വ്യവസ്ഥ പഠിച്ചനുസരിക്കേണ്ട വ്യവസ്ഥ ഈ ഉപദേശത്തിൽ ശക്തമായി പറയുന്നുണ്ട്. അതാ ഞങ്ങൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ. ഹല്ലേലൂയ. കമാർത്തികളിലും മോഹങ്ങളിലും വീഞ്ഞുകുടിയിലും വെറുക്കൂത്തുകളിലും മദ്യപാനത്തിലും ധർമ്മവിരുദ്ധമായ വിഗ്രഹാനയിൽ നടന്നുകൊണ്ട് കാലം പ്രവർത്തിച്ചത് മതി. ഇനി വെറുക്കൂത്ത് കാണുന്നവ സ്വർഗരാജ്യത്ത് പോവോ? വായിച്ചു കേൾപ്പിച്ചു തരാം. ഇടത്തിന്റെ പ്രവൃത്തികളോ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാര്യം, പകാപിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറുക്കൂത്ത് മുതലായവ വെളിവാകുന്നു. ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കയില്ല എന്ന് ഞാൻ മുൻപ് പറഞ്ഞതുപോലെ ഇപ്പോഴും നിങ്ങളോട് മുൻകൂട്ടി പറയുന്നു. പൗലൂസും പറയുന്നു, ഞാനും പറയുന്നു. ഇന്നത്തെ പാസ്റ്റർമാർ പറയുന്നില്ലെന്ന് വെച്ച് ഇത് ആവൂലെന്നുണ്ടോ?
അപ്പൊ വെറുകൂത്ത് പോകുന്നവൻ ദൈവരാജ്യം അവകാശമാക്കിയില്ല, കോടതി കയറുന്നവൻ ദൈവരാജ്യം അവകാശമാക്കിയില്ല. അതും എടുത്തു തരാം. ദൈവരാജ്യം അവകാശമാക്കിയില്ല എന്നുള്ള വിഷയം കയറി വന്നപ്പോൾ അതും കയറി വരിക. അന്യായം ചെയ്യുന്നവൻ ദൈവരാജ്യം അവകാശമാക്കിയില്ല. 1 കൊരിന്ത്യർ 6:9 മുതൽ. എന്നറിയുന്നില്ലയോ? നിങ്ങളിൽ ആരും നിങ്ങളെ തന്നെ വഞ്ചിക്കാതിരിപ്പിൻ. ദുർനടപ്പുകാർ, വിഗ്രഹാരാധികൾ, വിചാരികൾ, സ്വയംഭോഗികൾ, പുരുഷകാമികൾ, കള്ളന്മാർ, അത്യാഗ്രഹികൾ, മദ്യപാന്മാർ, ഭാവിഷ്ണക്കാർ, പിടിച്ചുപറിക്കാർ എന്നിവർക്കും ദൈവരാജ്യം അവകാശമാക്കിയില്ല. 1 കൊരിന്ത്യർ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 1 മുതൽ വായിച്ചു പഠിക്കുമ്പോൾ സ്തോത്രം, കോടതി കയറുന്ന വിഷയമാ. വിശുദ്ധന്മാർ ലോകത്തെ വിധിക്കും, നാം ദൂതന്മാരെ വിധിക്കും. ഐഹിക കാര്യങ്ങളെ എത്രയധികം! എന്നാൽ നിങ്ങളിൽ ഐഹിക കാര്യങ്ങളെക്കുറിച്ച് വ്യവഹാരമുണ്ടെങ്കിൽ വിധിപ്പാൻ സഭ ഗണ്യമാക്കാത്തവരെ ഇരുത്തുന്നുവോ? നിങ്ങൾക്ക് ലജ്ജയ്ക്കായി ഞാൻ ചോദിക്കുന്നു, ഇങ്ങനെ സഹോദരന്മാരുടെ മധ്യ കാര്യം തീർപ്പാൻ പ്രാപ്തിയുള്ളൊരു ജ്ഞാനിയും നിങ്ങളുടെ ഇടയിൽ ഇല്ലയോ? സഹോദരൻ സഹോദരനെതിരെ വ്യവഹരിക്കുന്നു, അതും അവിശ്വാസികളുടെ മുൻപിൽ തന്നെ. നിങ്ങൾക്കും തമ്മിൽ വ്യവഹാരം ഉണ്ടാകേണ്ടത് തന്നെ കേവലം പോരായ്മയാകുന്നു. അതിനു പകരം നിങ്ങൾ അന്യായം സഹിച്ചുകൊള്ളാത്തത് എന്ത്? അന്യായം സഹിച്ചുകൊള്ളാത്തത് എന്ത്? നഷ്ടം ഏറ്റുകൊള്ളാത്തത് എന്ത്? അല്ല, നിങ്ങൾ അന്യായം ചെയ്യുകയും നഷ്ടം വരുത്തുകയും ചെയ്യുന്നു. അന്യായം ചെയ്യുന്നവൻ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. കോടതി കയറുന്നവൻ, കേസിന് പോകുന്നവൻ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. ഇന്ന് പെന്തക്കോസ്ത് പ്രസ്ഥാനങ്ങളിൽ എത്രത്തോളം കേസുകൾ കിടപ്പുണ്ട്! ഇത് പറഞ്ഞു തീർക്കാൻ ഒരു ജ്ഞാനി നിങ്ങളുടെ ഇല്ലയോ? എല്ലാം ജഡീകന്മാരായി പോയോ? എല്ലാം ദ്രവ്യാഗ്രഹികളായി പോയോ? എല്ലാം കസേരമോഹികളായി പോയോ? എന്തോ പറ്റി? എന്ത് സംഭവിച്ചു? ദർശനം നഷ്ടപ്പെട്ടു പോയി. പ്രമാണം വാങ്ങാൻ ദൈവപുരുഷനായ മോശ പർവ്വതത്തിലേക്ക് പോയപ്പോൾ ഒരല്പസമയം ലീഡർഷിപ്പ് അഹരോന്റെ കയ്യിലോട്ട് വന്നു. അഹരോൻ എന്ത് ചെയ്തു? കുറച്ച് നാളത്തേക്ക് ലീഡർഷിപ്പ് നടത്തി. എൻ്റെ കഥയൊക്കെ നിങ്ങൾക്കറിയാം. 3000 എണ്ണത്തിനെ കൊന്നെടുത്തു. സ്തോത്രം. ദൈവപുരുഷൻ വന്നപ്പോൾ അതാ ജയിച്ചേ. വാളെടുത്ത് ഓരോരുത്തരെ വെട്ടാൻ പറഞ്ഞു. യഹോവയുടെ പക്ഷത്ത് ഇരിക്കാത്തവനൊക്കെ വെട്ടി വീഴ്ത്താൻ പറഞ്ഞു. 3000 എണ്ണം വീട് പോയി. മോശയ്ക്ക് ഒരു ദാക്ഷിണ്യം ഉണ്ടായില്ല, ദൈവത്തിന് ഒരു ദാക്ഷിണ്യം ഉണ്ടായില്ല. ലേവ്യ പുസ്തകം 10-ാം അധ്യായം ഞാൻ വായിച്ചപ്പോൾ ഇനി എന്നെ പേടിപ്പിക്കുന്ന ഒരു വിഷയം ഉണ്ടായതില്ലേ? പേടിപ്പിക്കുന്ന വിഷയം. ലേവ്യ 10. ഹല്ലേലൂയ. വായിക്കാൻ ആളില്ലാത്തത്. അനന്തരം അഹരോന്റെ പുത്രന്മാരായ നാദാബും അബീഹൂബും ഓരോ ധൂപകലശമെടുത്ത് അതിൽ തീയിട്ട് അതിന്മേൽ ധൂപവർഗമിട്ടു. അങ്ങനെ തങ്ങളോട് കൽപ്പിച്ചതല്ലാത്ത അന്യാഗ്നി യഹോവയുടെ സന്നിധിയിൽ കൊണ്ടുവന്നു. ആര് കൊണ്ടുവന്നു? പൊന്നോമന പുത്രന്മാർ അഹരോന്റെ, നാദാബും അബീഹൂബും. ഇത് പല വാസന്മാരുടെയും മക്കള്. എല്ലാവരുടെയും അല്ല. ചില വാസന്മാരുടെ മക്കള് നാദാബും അബീഹൂബും ആയിരിക്കുക. 2 എണ്ണം സൈത്താൻ വർഷിപ്പിൽ ലീഡർഷിപ്പിന് പോയെന്ന് ക്യാപ്റ്റൻ ഷമൂൽ പറഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. പാസ്റ്റർ ക്യാപ്റ്റൻ ഷമൂൽ പറഞ്ഞപ്പോൾ വിശ്വസിക്കാൻ കൊള്ളാവുന്നൊരു ദേവദാസൻ. ഹല്ലേലൂയ. നാദാബും അബീഹൂബും എന്ത് ചെയ്തു? തങ്ങളോട് കൽപ്പിച്ചതല്ലാത്ത അന്യാഗ്നി യഹോവയുടെ സന്നിധിയിൽ കൊണ്ടുവന്നു. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കൊണ്ടും ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെ ശിഷ്യരാക്കണമെന്ന് കർത്താവ് പറഞ്ഞത് അനുസരിക്കാതെ, തങ്ങളോട് കൽപ്പിച്ചത് പറഞ്ഞത് അനുസരിക്കാതെ വല്ലതൊക്കെ പറഞ്ഞു ഉപദേശിച്ചാൽ നാദാബും അബീഹൂബിന്റെ ഗതികെട്ട അവസ്ഥ ജനത്തിന് വരുമെന്ന് ചിന്തിച്ചാൽ അതിൽ തെറ്റുണ്ടോ? 16-ാം വാക്യം, ലേവ്യർ 16-ൽ അഹരോന്റെ 2 പുത്രന്മാർ യഹോവയുടെ സന്നിധിയിൽ അടുത്ത് ചെന്നിട്ട് മരിച്ചുപോയ ശേഷം യഹോവ മോശയോട് അരുളി ചെയ്തത് എന്തെന്നാൽ, കൃപാസനത്തിന് മീതെ മേഘത്തിൽ ഞാൻ വെളിപ്പെടുന്നത് കൊണ്ട് നിന്റെ സഹോദരനായ
അഹരോൻ മരിക്കാതിരിക്കേണ്ടതിന് കുഞ്ഞുവാവകൾ 2 മരിച്ചുപോയി. നാദാബും അബീഹൂബും പപ്പയോട് പറയുക, മക്കള് പോയി, ഇനി പപ്പ കൂടുതൽ വേഷം കെട്ടൊന്നും എടുക്കണ്ട, കൂടുതൽ വേഷം കെട്ടെടുത്താൽ പപ്പയുടെ കഥയും കഴിയുമെന്ന്. ശരിയല്ലേ? ഞാനീ പറയുന്നത് നിങ്ങൾക്ക് തമാശയായിട്ട് തോന്നരുത്. മോശയുടെ കൂടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി വേർതിരിച്ച അഹരോന്റെ ഗതികെട്ട അവസ്ഥയാണ് ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കുന്നത്. സത്യവേദ പുസ്തകത്തിൽ നിന്ന് ആധികാരികമായി പറയുക ചെയ്യുന്നത്. ഇത് പറയേണ്ടെന്ന് പറയാൻ ആർക്ക് കഴിയും? ഞാൻ ആത്മനിയോഗത്താൽ വിളിച്ചു പറയുക, അനേക പാസ്റ്റർമാരുടെ മക്കൾ ദൈവകൃപ വിട്ട് ദൈവത്തെ വിറ്റ് തിന്നുകയായിരുന്നു. എനിക്കറിയാം, ഇഷ്ടം പോലെ എനിക്കറിയാം. പിതാക്കന്മാരൊക്കെ കുറേയൊക്കെ പ്രമാണത്തിൽ നിന്നവരാ. തലമുറ മാറിയപ്പോൾ 1, 2, 3, 4 4-ാം തലമുറയായത്. 4-ാം തലമുറക്കാർ പെന്തക്കോസുകാരല്ല, പേരിൽ നിൽക്കുക, നേരിലല്ല.